12 ദീർഘമായ സംവത്സരം. ഇത് ചില്ലറ കാര്യമല്ല. ഒരൊറ്റ ഭരണാധികാരി, സമാനമായ ഗവൺമെൻറ് സാഹചര്യം, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സംവിധാനം മൂന്നാം ഊഴത്തിൽ ജയിച്ചു വന്ന് ഇപ്പോൾ 2 ഊഴം, അങ്ങനെ 10 വർഷം അധികം 2 വർഷം ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. നേട്ടങ്ങളും കോട്ടങ്ങളും അസസ് ചെയ്യുക എന്നത് മാത്രമല്ല ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം. മറിച്ച് താമരയ്ക്ക് വാട്ടം സംഭവിക്കുന്നുവോ, കോട്ടം സംഭവിക്കുന്നുവോ, തിരഞ്ഞെടുപ്പുകൾ നിരന്തരമായി വിജയം നേടുമ്പോഴും, അത് പൊതു തിരഞ്ഞെടുപ്പിലാകട്ടെ സംസ്ഥാന തലത്തിലെ പൊതു തിരഞ്ഞെടുപ്പുകളിലാകട്ടെ നേട്ടങ്ങൾ നേടുമ്പോഴും എവിടെയോ ചില മാറ്റത്തിൻ്റെ ശംഖുലി, ചിലമ്പൊലി കേൾക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിനെ ബാധിക്കുന്നത്? ഈ അടുത്ത സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ അത് ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണോ? അത് പരിശോധിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമുക്ക് നോക്കാം. ഒന്ന്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. താമരയെ പാറ്റ കരണ്ട് കൊണ്ടുപോകുമോ? ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഹാൻഡിലുകളിൽ കാണുന്ന ഒരു പടം താമരയുടെ ഇലകൾ അല്ലെങ്കിൽ താമരയുടെ ഇതളുകൾ പാറ്റ ഇങ്ങനെ കാർന്ന് തിന്നുന്ന ഇതളുകളാണ്. അത് ന്യായമോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നോക്കൂ, BJP വളരെ സ്ട്രോങ്ങായി പറയുന്നു, തിരഞ്ഞെടുപ്പുകളിൽ യുവജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ബംഗാളിലൊക്കെ 90% മുകളിൽ പോളിംഗ് സംഭവിച്ചപ്പോൾ അതിനർത്ഥം ജെൻ സി ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ വൻതോതിൽ വന്ന് വോട്ട് ചെയ്തു. അതിൽ പ്രധാനമായും ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായ വോട്ടാണ് അവർ രേഖപ്പെടുത്തിയത്. അല്ലെന്നൊന്നും പറയാനാവില്ല. കാരണം ബംഗാൾ BJP പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 77 സീറ്റുകൾ, 293 അംഗ നിയമസഭയിൽ. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കേവലം 2016 അത് 3 സീറ്റുകൾ, 3-ൽ നിന്ന് 77-ലേക്കും ഇപ്പോൾ ഇതാ 212-ലേക്കും ഉള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച ബംഗാളിൽ കണ്ടു, ആസാമിൽ കണ്ടു. നിലനിർത്തുകയാണ്. ആസാമിലെ ഭരണകൂടം നിലനിർത്തുകയാണ്, ബംഗാൾ പിടിച്ചെടുക്കുകയാണ്, പോണ്ടിച്ചേരി നിലനിർത്തുകയാണ്. കേരളത്തിൽ ഇദംപ്രഥമമായി 3 സീറ്റുകൾ ലഭിച്ചു. തമിഴ്നാടിൽ ഭരണത്തിൽ വരാൻ സാധിച്ചില്ല. അത് ബാലികേറ മല തന്നെയാണ്, സമ്മതിക്കുന്നു. അപ്പോൾ എവിടെല്ലാം ഭദ്രം. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി എന്ന രീതിയിൽ 2-2.5 കോടി ആളുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി കൂടുന്നു എങ്കിൽ ഇത് കേവലം കൗതുകത്തിന് വരുന്നത് മാത്രമാണ്. ഇതൊന്നും തന്നെ BJP വിരുദ്ധ ജനങ്ങളല്ല, BJP വിരുദ്ധ വോട്ടുകളാവില്ല ഇതൊന്നും എന്ന വിശ്വാസത്തിലാണ്. പക്ഷേ ഇവിടെ വേണം നമ്മൾ ഇതിലേക്ക് നയിച്ച എന്തുകൊണ്ട് BJPയുടെ പേജിൽ, അതായത് ഇൻസ്റ്റാഗ്രാം പേജിൽ കേവലം 8.8 മില്യൺ, 1 കോടിയിൽ താഴെ പേര് മാത്രമുള്ളപ്പോൾ ഇതെങ്ങനെയാണ് 6 ദിവസം കൊണ്ട് 2.2 കോടിയിൽ, അതായത് 22 മില്യണിൽ എത്തുന്നത്? എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ സമാനമായ പ്ലാറ്റ്ഫോമിൽ ഉള്ളതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് ഈ പാർട്ടിയിലേക്ക് യുവജനങ്ങൾ ആകർഷകരാകുന്നത്. അങ്ങനെയെങ്കിൽ യുവജനങ്ങളെ പ്രോംപ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് പരിശോധിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇന്ന് യുവജനങ്ങൾ ചിന്തിക്കുന്ന ഇടത്തേക്ക് രാഷ്ട്രീയ കക്ഷികൾ ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ നാളുകളിൽ അവരുടെ വാട്ടർലൂ ആയിരിക്കും സംഭവിക്കുക. BJPയുടെ വാട്ടർലൂ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ തക്ക ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. പക്ഷേ അഡ്രസ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ ഇത് സംഭവിക്കാം. 3 വർഷം കഴിഞ്ഞ് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഉണ്ടാവാം, അതിന് സൂചനകളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവും. 1, നീറ്റ് പരീക്ഷ. എത്ര പേര്, ലക്ഷങ്ങളാണ് നീറ്റ് പരീക്ഷയിൽ. 25 ലക്ഷം പേരുടെ ജീവിതം പന്താടപ്പെടുകയാണ്. നീറ്റ് പരീക്ഷയിൽ നടന്ന UG നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച, അത് പ്ലഗ് ചെയ്യാൻ 1 അല്ല 2 അല്ല 3 വിഷയങ്ങളുടേതാണ് ചോർന്നിരിക്കുന്നത്. അതും ആദ്യമായിട്ടല്ല, പല ആവർത്തിയും സംഭവിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ചുമതലയുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ഒരു ചുമതലയില്ലേ? അദ്ദേഹം രാജിവെക്കണം എന്ന ആവശ്യമാണ് പല യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇപ്പോൾ കോക്രോച്ച് പാർട്ടി ഉണ്ടായതിന് പിന്നിലെ ഒരു രാഷ്ട്രത്വരകം ഇങ്ങനെയുള്ള
പ്രോസസ്സുകളിലെ വിശ്വാസക്കുറവ് യുവജനങ്ങളുടെ വലിയ എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. ആ എതിർപ്പ് സാധാരണ പാർട്ടികൾക്ക് അഡ്രസ്സ് ചെയ്യാനാവുന്നില്ല. കോൺഗ്രസിനോ നിലവിലുള്ള ഇടതുപക്ഷങ്ങൾക്കോ പ്രാദേശിക പ്രതിപക്ഷ കക്ഷികൾക്കോ ഇത് അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയിലുള്ള അവിശ്വാസം ചെറുപ്പക്കാർ രേഖപ്പെടുത്തുന്നു. 1. 2. ഇപ്പോൾ നടന്ന CBSE പരീക്ഷ, 12ാം ക്ലാസ് പരീക്ഷ എത്രയോ വികലമായിട്ടാണ് അതിൻ്റെ മൂല്യനിർണ്ണയം സംഭവിച്ചത്. ഈ ഷീറ്റുകൾ സ്കാൻ ചെയ്തെടുത്തപ്പോൾ അത് തെളിയുന്നില്ല. മൂല്യനിർണ്ണയത്തിൽ വന്ന വൻപൻ അപാകതകൾ എന്നു വേണ്ട സർവത്ര ആശയക്കുഴപ്പമാണ്. മറ്റൊരു കാര്യം, ഇനി ഇതെല്ലാം കഴിഞ്ഞ് അഭ്യസ്ത വിദ്യരായി നിൽക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു തൊഴിൽ കണ്ടെത്തുക എന്നത് ഏതാണ്ട് അസാധ്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം തന്നെ പുറത്തേക്ക് കണ്ണ് പായിക്കുകയാണ്. അപ്പം തൻ്റെ രാജ്യത്ത്, സ്വന്തം രാജ്യത്ത്, മാതൃരാജ്യത്ത് ഒരു തൊഴിലെന്ന യുവാക്കളുടെ സ്വപ്നം പൊലിയുന്നു. ഇവിടെ മറ്റെല്ലാം ഭദ്രം, ഇവിടെ എല്ലാം ഭദ്രം എന്ന് പറയുമ്പോഴും വളർച്ചാ നിരക്ക് 6 മുതൽ 7 വരെ ശതമാനം കൺസിസ്റ്റൻ്റ്ലി കഴിഞ്ഞ കുറേ വർഷമായി നിലനിർത്താൻ കഴിയുന്നു. മാന്ദ്യമൊന്നും കാര്യമായി ബാധിച്ചില്ല. ലോക സാമ്പത്തിക മാന്ദ്യം, ആഗോള സാമ്പത്തിക മാന്ദ്യം 2008-09 കാര്യമായി ഇന്ത്യയെ ബാധിച്ചില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഇതാ കോവിഡ് പോലും ഇന്ത്യയെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളുന്നു. പക്ഷേ എവിടെ തൊഴിലെന്ന് ചോദിച്ചാൽ അത് വെളിയിൽ കണ്ടെത്തേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല. കാര്യമായ കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ആ ലാഭം മറ്റ് പല വഴികളിലാണ് റീഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ കൂടുതൽ തൊഴിലുണ്ടാവൂ. അതുണ്ടാവുന്നില്ല. അവിടെ ഉണ്ടായ ഒരു വലിയ നിരാശാബോധം മാറി ചിന്തിക്കാൻ ജെൻ സി കാറ്റഗറിയെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇത് പാർട്ടിക്ക്, BJPക്ക് 12 വർഷം പിന്നിടുന്ന BJP ഭരണകൂടത്തിന് വെല്ലുവിളി ആകില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് തെറ്റായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് കോക്രോച്ച് പാർട്ടിക്ക് വലിയ ഐഡിയോളജി ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതൊരു അനോമിക് ഫിനോമിനനാണ്. കുറച്ച് ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു വ്യക്തി, അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ ഒരു ആശയം, അതൊരു പേജ് മാത്രമാണ്. അത് സോഷ്യൽ മീഡിയ ഇടത്തെ ഒരു ഡിസ്കഷൻ ഫോറം മാത്രമാണ്. അതിൽ ജോയിൻ ചെയ്യാം, ചെയ്യാതിരിക്കാം. അതിനർത്ഥം ഒരു പാർട്ടി ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടി എന്ന നിലയിൽ ഒന്നുമല്ല. തെരഞ്ഞെടുപ്പിൽ നാളെ അവർ നിൽക്കാനും പോകുന്നില്ല. പക്ഷേ തെരുവിൽ യുവജനങ്ങൾ നാളുകളിൽ ഇറങ്ങിയാൽ അതിനൊരു പ്ലാറ്റ്ഫോമായി കോർഡിനേറ്റിംഗ് സമിതിയായി വരാം. അങ്ങനെയെങ്കിൽ അത് ദേശവിരുദ്ധമാകും. അപ്പം ജനാധിപത്യത്തിൻ്റെ ഒക്കെ നിറമെന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനില്ലേ? ഈ ഫ്രീഡത്തിനൊക്കെ എന്താണ് അർത്ഥം? ഏത് രൂപത്തിലും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ. അത് രാജ്യവിരുദ്ധമായ ഒന്നുമില്ല എന്നാണ് കോക്രോച്ച് പാർട്ടി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ BJPയുടെ പ്രചരണം എന്താണ്? 95% പേരും ഈ പേജുകളിൽ, ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്ത, അല്ലെങ്കിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്ന 95% പേരും പാകിസ്ഥാൻകാരോ ബംഗ്ലാദേശുകാരോ അമേരിക്കക്കാരോ ഇന്ത്യക്ക് പുറത്തുള്ളവരുമാണ്. കാര്യകാരണ സഹിതം, കൃത്യമായ വിവരങ്ങൾ സഹിതം അഭിജിത്ത് ദീപ്കെ പറയുകയാണ്, അല്ല, 95% ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ കുറച്ച് പേര് പുറത്തത് ഓപ്പണാണ് ആ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഒരു പക്ഷേ കയറിയേക്കാം. അപ്പോൾ പ്രതികാര നടപടികളിലൂടെ, സപ്രഷനിലൂടെ എത്ര കാലം ഒരു ജൈവികമായ ഒരു ഡിമാൻഡിനെ തടഞ്ഞു നിർത്താനാവും? ഗവൺമെൻറ് മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാകുന്നു. അതാണ് ഒരു ഡയമെൻഷൻ. 12 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഗവൺമെൻറ്റിന് നേരെ പ്രതിപക്ഷത്തിനൊന്നും ചെയ്യാനില്ല. രാഹുൽ ഗാന്ധിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. കാരണം തിരഞ്ഞെടുപ്പിൽ പരമാവധി ശ്രമിച്ചു. ഒരു ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കാനുള്ള വലിയ ശ്രമം. അങ്ങനെ ഇന്ത്യ മുന്നണി കെട്ടിപ്പടുത്തു. അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. 240 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് 270 ഒതുങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം 270 താഴേക്ക് ഒതുങ്ങേണ്ടി വന്നു BJPക്ക്. സഖ്യകക്ഷികളുടെ സഹായത്തോടുകൂടി, പുതിയതായി ചേർന്ന TDP ഉൾപ്പെടെയുള്ള കക്ഷികളുടെ സഹായത്തോടുകൂടി ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിഞ്ഞു, ഭരണം തുടരാൻ കഴിഞ്ഞു. പക്ഷേ അത്ര അഭിമാനകരമൊന്നും ആയിരുന്നില്ല. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, അത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ബംഗാളിലുൾപ്പെടെ കേരളത്തിലുൾപ്പെടെ നടന്ന തിരഞ്ഞെടുപ്പിലും BJPക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. അപ്പോൾ BJP തകരുന്നു എന്ന് പറയുന്ന നറേറ്റീവ് ശരിയല്ല. അതിന് പകരം കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ ഉദിച്ചുയരുന്നു എന്ന് പറയുന്നതും ശരിയല്ല. അപ്പം മറ്റ് ചില ഫോർമേഷനുകൾ BJP ഭയക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഭയക്കേണ്ടതൊന്നുമില്ല.
അതിനെ അഡ്രസ്സ് ചെയ്യുക, ഈ യൂത്ത് വികാരം അഡ്രസ്സ് ചെയ്യപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനൊരു കാര്യം. പിന്നെ എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു? ഗവൺമെൻറ് മാത്രം ചെയ്തികളല്ല. ഇവിടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് വില വർദ്ധിക്കുന്നു. അത് ഹോർമൂസിലെ ബ്ലോക്ക് കാരണമാണ്. അത് പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണമാണ്. അതിന് ഇന്ത്യക്ക് എന്ത് ചെയ്യാനാവുമായിരുന്നു, എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, അതൊരു പക്ഷേ ഇവിടെ പരിശോധിക്കേണ്ടതാണ്. ഒരു യുദ്ധത്തിൽ നമ്മൾ നിഷ്പക്ഷമായ തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അമേരിക്ക പക്ഷത്തല്ല, ഇറാൻ പക്ഷത്തല്ല, ഇസ്രായേൽ പക്ഷത്തല്ല, ഗൾഫ് പക്ഷത്തല്ല, നമ്മൾ സമാധാനത്തിൻ്റെ പക്ഷത്താണ്. ഇത് പറയുന്നതല്ലാതെ ഇത് സുഗമമാക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു പ്രതീതി ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട്. പാകിസ്ഥാൻ ക്രെഡിറ്റ് കൊണ്ടുപോയി മധ്യസ്ഥത നിന്ന് ഇടനില നിന്ന് പാകിസ്ഥാൻ മാനവമഹത്വം കൊണ്ടുപോയി എന്ന് വിലപിക്കുന്നവരും ഇന്ത്യയിലുണ്ട്. അത് പൂർണ്ണമായി ശരിയല്ല, ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല. പാകിസ്ഥാൻ അവസരം പാർത്തിരുന്നു, അത് ഒരു സാഹചര്യം വീണ് കിട്ടി. അപ്പോൾ സന്ധി സംഭാഷണങ്ങളിൽ ഒരു റോള് വഹിക്കാൻ അമേരിക്ക പാകിസ്ഥാനെ നിയോഗിച്ചു എന്ന് പറയുന്നതാണ് കുറച്ചൊക്കെ ശരി. അതിന് അമേരിക്കയ്ക്ക് ആത്യന്തികമായി വലിയ ഒരു വില കൊടുക്കേണ്ടി വരുമെന്നും എൻ്റെ മനസ്സ് പറയുന്നു. അത് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. അപ്പോൾ എന്താണ് ഇന്ത്യ ഒരു നയതന്ത്ര രംഗത്തെ ഒരു വലിയ ശക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ബ്രോക്കർ ഓഫ് പീസ് എന്ന നിലയിൽ പ്രവർത്തിക്കാമായിരുന്ന പല അന്തരീക്ഷവും ഉണ്ട്. പക്ഷേ അത് പ്രവർത്തിച്ചോ? അപ്പോൾ വിശ്വഗുരു എന്ന് ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മോദിയുടെ വായിൽ നിന്നാണ് പലപ്പോഴും വരുന്നത്. അതിന് തക്ക രീതിയിൽ ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ 12 വർഷം കൊണ്ട് മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഈ 12 വർഷം നടന്നത് പ്രധാനമായും ഇൻ്റർനാഷണൽ ഒരു PR എക്സസൈസ് ആയിരുന്നോ? വലിയ ജംബോ PR എക്സസൈസ്. മോദി എല്ലാ രാജ്യങ്ങളും ചെല്ലുന്നു, ഉലകം ചുറ്റും വാലിബൻ എന്ന രീതിയിൽ ഒരുപാട് രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി എന്ന ഖ്യാതി ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് മോദി എടുത്തിട്ട് എത്രയോ കാലമായി. അപ്പോൾ അവിടെ എല്ലാം പോകുന്നു, അവിടെ എല്ലാം ഡയസ്പോറ, ഇന്ത്യൻ ഡയസ്പോറയുമായി ആദ്യം സംവദിക്കുന്നു. നല്ല ഒപ്റ്റിക്സാണ്. അതിനുശേഷം രാജ്യത്തെ സമുന്നതരായ നേതാക്കളുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അത് സാധിക്കും. കാരണം ഹ്രസ്വകാലം ഇരുന്ന പ്രധാനമന്ത്രിമാർക്ക് സാധിക്കാത്തത് 12 വർഷം തുടർച്ചയായി ഭരണത്തിലുള്ള ഒരു ലോക നേതാവാണ് നരേന്ദ്രമോദി. സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് തീർച്ചയായും ഡൊണാൾഡ് ട്രംപുമായി തൻ്റെ ആദ്യ ഊഴത്തിൽ, ഇപ്പോൾ 2ാം ഊഴത്തിൽ, അതിനിടയ്ക്ക് ജോ ബൈഡനുമായി, എത്രയോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരുമായി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി, എന്നു വേണ്ട ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി എല്ലാം തന്നെയുള്ള സവിശേഷമായ ബന്ധം. ഇതെല്ലാം തന്നെ മുതൽക്കൂട്ടാകേണ്ടതാണ്. പക്ഷേ ടാഞ്ചിബിളി അമേരിക്ക ചാട്ടവാറോങ്ങുമ്പോൾ പഞ്ചപുച്ഛമടക്കി നിന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അമേരിക്കയുടെ അനുവാദം വേണമെന്ന നിലയിൽ എത്തി നിൽക്കുമ്പോൾ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല വാക്കുകൾ കൊണ്ട്. പക്ഷേ ആക്ഷൻ കൊണ്ട് കുറേയൊക്കെ പ്രതികരിച്ചു എന്നാണ് എൻ്റെ ഒരു സാക്ഷ്യം. കാരണം എന്താണ്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞു, പക്ഷേ റഷ്യയിൽ നിന്ന് തുടർച്ചയായിട്ട് എണ്ണ വാങ്ങി അളവ് കുറച്ചു. ഇപ്പോൾ വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. പക്ഷേ നമുക്ക് വേണ്ട രീതിയിൽ ഇന്ത്യൻ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റിന്, ജയശങ്കറിനാകട്ടെ പ്രധാനമന്ത്രിക്കാകട്ടെ, വേണ്ട രീതിയിൽ വാക്കുകൾ കൊണ്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല. അതൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പ്രവൃത്തിയാണ് വാക്കിനേക്കാൾ ബലം എന്ന് വാദിക്കുന്നവരുണ്ടാകാം. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ അത് അവസാനിപ്പിച്ചത് തൻ്റെ ഇടപെടലാണെന്ന് ഡൊണാൾഡ് ട്രംപ് നാഴിക്ക് 40 വട്ടം പറയുമ്പോഴും അങ്ങനെയല്ല എന്ന് തെളിച്ചു പറയാൻ ഇന്ത്യ വ്യംഗ്യമായി പറയുന്നുണ്ട് എങ്കിൽ തെളിച്ചു പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അമേരിക്കയെ പിണക്കാതെ, അമേരിക്കയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരമാവധി നേട്ടമുണ്ടാക്കാൻ ഇപ്പോൾ $500 ബില്യൺ ഉഭയകക്ഷി കരാറാണ് അമേരിക്കയുമായി പ്ലാൻ ചെയ്യുന്നത്. മാർക്കോ റൂബിയോയുടെ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശവും അതുതന്നെയല്ലേ? ഇന്ത്യയുടെ കാർഷിക രംഗം തുറന്നിടുമോ? ഇത് നിർണായകമായ വിഷയങ്ങളാണ്. ഇന്ത്യ ഇപ്പോഴും കാർഷിക ഇക്കോണമിയാണ്. ഇന്ത്യയുടെ കാർഷിക രംഗം അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തകകൾക്ക്, അതും പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കുത്തകകൾക്ക് തുറന്നിട്ടാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവും? ഇതെല്ലാം ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പം ഗവൺമെൻറ്റിന് 12 വർഷം കഴിഞ്ഞ് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ, ടേക്കിംഗ് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് എല്ലാം. ഇപ്പോൾ ഫോറിൻ പോളിസി ഫ്രണ്ടിലും എല്ലാം ഭദ്രമല്ല. നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിനെ വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടെ പലയിടത്തേക്ക്, തരൂറിൻ്റെ നേതൃത്വത്തിൽ പല ടീമുകൾ, അല്ലെ പല കനിമൊഴി, തരൂർ എന്ന് വേണ്ട പ്രതിപക്ഷത്തെ പല നേതാക്കളെയും പല സ്ഥലങ്ങളിലേക്ക് അയച്ചു. വേണ്ട ഗുഡ്വിൽ നമുക്ക് ലഭിച്ചോ? ആലോചിക്കേണ്ട കാര്യമാണ്. എണ്ണ പ്രതിസന്ധിയെ നമ്മൾ മറികടന്നത് വലിയ വില കൂട്ടിക്കൊണ്ടല്ല. ഇപ്പോൾ 10 ദിവസത്തിനുള്ളിൽ 4 പ്രാവശ്യം വിലവർധന നടത്തി. പക്ഷേ 2 മാസം പിടിച്ചു നിന്നതിന് ശേഷമാണ് വിലവർധന നടത്തിയത്. വേണമെങ്കിൽ കമ്പാരിറ്റീവായിട്ട് പറയാം, മറ്റു ചില രാജ്യങ്ങൾ വില ഇരട്ടിയായി മാറി, ചില രാജ്യങ്ങളിൽ 50%, നമ്മൾക്കിവിടെ ഒരു 10% കൂടി എന്ന് മാത്രം എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കുകയാണോ വേണ്ടത്? അതോ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ച്
ഏറെക്കാലം ഇപ്പം $120 പെർ ബാരൽ ഇരുന്ന മുൻപ് $120-136 വരെ വന്നു. ആ സമയത്ത് ഉയർത്തിയ വിലയാണ് $100. അത് പിന്നീട് $20-25 താണു. അപ്പോഴെങ്ങും വില കുറച്ചില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ 3-4 വർഷം വില കുറച്ചില്ല, വില കൂട്ടിയില്ല എന്ന് പറയുമ്പോഴും വില കുറയ്ക്കേണ്ടതായിരുന്നല്ലോ. അപ്പോൾ ഓയിൽ കമ്പനികൾക്ക് വന്ന വൻപൻ ലാഭം, കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉരുണ്ടുകൂടിയ ലാഭം, അത് 2 മാസം കൊണ്ടങ്ങ് ആവിയായി പോയോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയിൽ നിന്നും പെട്രോളിയം മന്ത്രിയിൽ നിന്നും ഉത്തരം കിട്ടേണ്ടതുണ്ട്. അപ്പം ഇവിടൊക്കെ ചില ചോദ്യങ്ങൾ, അസുഖകരമായ ചോദ്യങ്ങൾ പൗരന്മാർ ഇനി ചോദിക്കും. അതിനൊക്കെ പ്രതിപക്ഷം അത് എത്രത്തോളം ഉച്ചത്തിൽ ചോദിക്കുമെന്നറിയില്ല. അതുകൊണ്ടാണ് പുതിയ ഫോർമേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. ഇനി നമ്മുടെ ദേശീയ സുരക്ഷ എങ്ങനെയാണ്? എല്ലാം ഭദ്രം എന്ന് പറയുമ്പോഴും ഇവിടെയും ഡൽഹിയിൽ സ്ഫോടനം നടക്കുന്നു, പലയിടങ്ങളിലായി സ്ഫോടനം നടക്കുന്നു. തീവ്രവാദത്തിനെതിരെ സന്ധിയില്ല ഒരു സമരം എന്ന രീതിയിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോഴും ദേശീയ സുരക്ഷയും പൂർണ്ണമായി BJPയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്? അത് ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു, ദേശീയ സുരക്ഷയ്ക്ക് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇതൊക്കെ പുതിയ തലമുറ, പുതിയ വോട്ടർമാർ വരുമ്പോൾ എന്താണ് ഇവിടെ പുതുമ എന്ന ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ദ ഗവൺമെൻറ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ഷീൻ. പക്ഷേ പ്രതിപക്ഷം ദേ സ്റ്റാൻഡ് ഡിസ്യുണൈറ്റഡ്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി മാത്രമാണ് കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന വലിയ പ്രാദേശിക കക്ഷി. ഇപ്പോഴിതാ ആം ആദ്മി പാർട്ടി പ്രാക്ടിക്കലി വിട്ടുപോയിരിക്കുന്നു ഇന്ത്യ മുന്നണിയിൽ നിന്നും. തൃണമൂൽ കോൺഗ്രസ് ഇണങ്ങിയും പിണങ്ങിയും നിന്നു. പ്രായോഗികമായി പറയുമ്പോൾ വിട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. എക്കാലത്തും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ വഞ്ചിച്ചു കോൺഗ്രസ് എന്നൊരു ചിന്ത DMKയിൽ പ്രബലമാണ്. ഇന്നലെ കണ്ട വിജയിൻ്റെ പുറകെ പോയി മന്ത്രിസഭയിൽ 2 ബർത്ത് നേടാൻ വേണ്ടി കോൺഗ്രസ് ഈ പണി കാണിക്കേണ്ടിയിരുന്നോ? എക്കാലത്തെയും പങ്കാളിയെ, ദ്രാവിഡ പങ്കാളിയായ DMKയെ പെരുവഴിയിലാക്കി കോൺഗ്രസ് മറ്റൊരു വഞ്ചിയിൽ ചാടി കയറി എന്ന് പറയുമ്പോൾ വിശ്വാസ്യത തകർന്നിരിക്കുന്നു. ഒരു അച്ചുതണ്ട് ശക്തി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏറെ മങ്ങലേറ്റു എന്നതാണ് BJP ആശ്വാസമായി കാണുന്നത്. അത് മതിയാവുമോ? അതുകൊണ്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്, ഞാൻ ചുരുക്കുകയാണ്. എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? 12 സംവത്സരം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തീരെയൊന്നും മോശമായി പോയിട്ടില്ല, പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ വന്ന പേമാരിയും പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരിയെ ഒക്കെ അതിജീവിച്ച് ഇവിടം വരെ എത്തി. ഓയിൽ ഷോക്ക് പോലും ഒരു സ്ട്രാറ്റജിക് റിസർവ്സിലൂടെ, അത് കോൺഗ്രസ്സുകാരുടെ കാലത്ത്, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഉണ്ടായ സ്ട്രാറ്റജിക് റിസർവ്സ് ആണ്. അതിപ്പോഴാണ് പ്രയോജനപ്പെട്ടത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഇത് മോദി ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു മെറിറ്റായി ഒന്നും അവലോകനം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ അതെല്ലാം വസ്തുതകളായിരിക്കെ ഒരു കാര്യം എടുത്തു പറയണം. വ്യക്തിപരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരൊറ്റ അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല. തൻ്റെ മന്ത്രിസഭയിലെ, അത് ഇപ്പം 3ാമത്തെ മന്ത്രിസഭയാണ്, മന്ത്രിമാർക്കെതിരെ കാര്യമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. കെടുകാര്യസ്ഥത ഉണ്ടായിരിക്കാം, പക്ഷേ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് മുൻപുണ്ടായിരുന്ന UPA ഗവൺമെൻറ്, മൻമോഹൻ സിംഗിൻ്റെ 2ാം ഗവൺമെൻറ്, അതിലെ DMKയുടെ ചില മന്ത്രിമാർ, കോൺഗ്രസിൻ്റെ ചില മന്ത്രിമാർ കാട്ടിയ വങ്കത്തങ്ങൾ, വലിയ കൊള്ള, 2G സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നു വേണ്ട എത്രയോ അഴിമതികൾ. ഈ അഴിമതികളുടെ ചിത്രം അവിടെ നിന്നാണല്ലോ ആം ആദ്മി ജനിച്ചു വരുന്നത്. ആം ആദ്മി ജനിച്ചു. ആം ആദ്മി പ്രഭാവത്തിൽ യഥാർത്ഥത്തിൽ ആം ആദ്മി മാത്രമല്ല പ്രയോജനം ഉണ്ടാക്കിയത്, ദേശവ്യാപകമായി BJPയും ഡൽഹിയിൽ ആം ആദ്മിയും അതിൻ്റെ പ്രയോജനമെടുത്തു. അതുകൊണ്ട് അഴിമതി പാർട്ടി എന്ന നിലയിൽ നിന്നും ഈ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒന്നും പൂർണ്ണമായി മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അഴിമതി വിരുദ്ധത ഒരു ക്രെഡിബിലിറ്റി ആയി BJP എടുത്ത് മുന്നോട്ട് പോകുന്നു. അത് പൂർണ്ണമായി BJP അഴിമതി മുക്തമാണെന്ന് പറയാനാവില്ല. അഴിമതിക്കാരെയെല്ലാം BJP ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞ 13-12 വർഷത്തിനുള്ളിൽ. ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹത്തിൻ്റെ കൈകൾ പൂർണ്ണമായി ക്ലീനാണോ? ഇപ്പോഴത്തെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, അദ്ദേഹം മറ്റു പാർട്ടി തൃണമൂലിലും കോൺഗ്രസിലും ഒക്കെ നിന്നതാണല്ലോ, കൈകൾ അത്ര ക്ലീനാണോ? ആരോപണ വിധേയരായ ആളുകളാണ്. ചവാൻ, മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ, കൈകൾ വളരെ ശുദ്ധ. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് വേറെ വഴിയില്ല BJPയിൽ ചേരുക എന്നതേ ഉള്ളൂ. അവിടെ നിന്നാണ് വാഷിംഗ് മെഷീൻ എത്ര കറ പുരണ്ടാലും പ്രതിപക്ഷത്ത് നിന്ന് BJPയിലേക്ക് വരുമ്പോൾ ആലയ്ക്ക് വെളുപ്പിച്ച് ശുഭ്രവസ്ത്രധാരിയായി പവർ പാക്ഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇതാണ് BJPയുടെ രീതി. അതുകൊണ്ട് അഴിമതി വിരുദ്ധതയൊക്കെ പറയാമെന്നല്ലാതെ ഏത് അഴിമതിക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട്
പ്രതിപക്ഷത്തെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മോഡൽ അത് എത്രത്തോളം ശാശ്വതമാകും എന്ന് എനിക്ക് ഉറപ്പില്ല. 12 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സമ്മിശ്രമായ വികാരങ്ങളാണ്. ഇന്ത്യയെ സ്റ്റേബിളായി നിലനിർത്തിയതിന് കൺഗ്രാജുലേഷൻസ്. ഇന്ത്യ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നയിക്കപ്പെട്ടു, പക്ഷേ യുദ്ധം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാൻ തക്ക തിരിച്ചടി കൊടുത്തു എന്ന് പറയാം. സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയെന്ന് പറയാം. ദേശീയ സുരക്ഷ ഒരു പരിധിവരെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയാം. അതും ഒരു പരിധിവരെ, പൂർണ്ണമായും ക്ലീൻ അല്ല. അതെല്ലാം പോസിറ്റീവ് സൈഡാണ്. നെഗറ്റീവ് സൈഡ് എന്താണ്? വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, വേണ്ട നയതന്ത്ര ഇടപെടലുകൾ നടത്താൻ കഴിയുന്നില്ല. നമ്മുടെ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ ജുഡീഷ്യറി, ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, മറ്റ് CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയ ആക്ഷേപം കേൾക്കുന്നു. BJP എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കിക്കൊണ്ട്, ഘടനകൾ സൃഷ്ടിച്ചുകൊണ്ട്, SIR-ലൂടെ വോട്ടുകൾ വെട്ടിനിരത്തിക്കൊണ്ട് ആണോ മുന്നോട്ട് പോകുന്നത്? അതോ കൃത്യമായ ജനപിന്തുണയിൽ, അഴിമതി വിരുദ്ധ മുഖമുദ്രയിൽ, വികസന മുദ്രാവാക്യത്തിൽ മുന്നോട്ട് പോകുന്നു? ഒപ്പീനിയൻ ഈസ് വെർട്ടിക്കലി ഡിവൈഡഡ്. ആ പശ്ചാത്തലത്തിൽ പുതിയ രാഷ്ട്രീയ പ്രവേശനം ആം ആദ്മി പാർട്ടി വന്ന പോലെ പോയി. പാർട്ടികൾ വന്നു, പെറ്റുപെരുകുന്നു. അത് പാർട്ടിയായി രൂപപ്പെടുമോ ഇല്ലയോ എന്ന് പറയാനൊന്നും ഇപ്പോൾ സാധിക്കില്ല. പക്ഷെ പുതിയ രാഷ്ട്രീയ സംസ്കാരം ഇന്ത്യയിൽ ജനിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകൾ നമ്മൾ നേരെ കാണുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രക്രിയയിൽ BJP, കോൺഗ്രസ്, ഇടതുപക്ഷം, പ്രാദേശിക കക്ഷികൾ ഇവരുടെ ഒന്നും പോക്കിൽ ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയില്ല എന്നത് നിസ്സംശയം പറയാം. കോക്രോച്ച് ഓർ നോ കോക്രോച്ച്, ദ പൊളിറ്റിക്കൽ പ്രോസസ് ഈസ് ചേഞ്ചിങ്, ദ യൂത്ത് പ്രയോറിറ്റീസ് ആർ ചേഞ്ചിങ്. ഈ ഒരു ഒബ്സർവേഷനോടുകൂടി കൂടുതൽ ചിന്തിക്കാൻ സ്നേഹമുള്ള പ്രേക്ഷകർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടുതൽ ചിന്തിക്കുക. ഈ പോക്ക് എങ്ങോട്ട് എന്ന് ആലോചിക്കുക. നല്ലതിനെ നല്ലത് എന്ന് കാണുക. തെറ്റായ പ്രവണതകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും എതിർക്കാനുള്ള ജനാധിപത്യപരമായ നിയോഗം ഈ തലമുറയിൽ വന്നു ചേർന്നു എന്ന ബോധ്യത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.